പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ആശങ്കയൊഴിയാതെ സ്വകാര്യ ബസ് ഉടമകൾ. യാത്രാ കൺസെഷൻ സംബന്ധിച്ച് സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതാണ് ആശങ്ക സൃഷ്ടിക്കുന്നതെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ പാലക്കാട്ട് പറഞ്ഞു. ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിന് മാനദണ്ഡങ്ങൾ ആവശ്യമാണ്. ബസ്സിൽ കൂടുതൽ വിദ്യാർത്ഥികൾ കയറുന്നത് ഫുൾ ടിക്കറ്റ് യാത്രക്കാർ സ്വകാര്യ ബസ്സുകളെ ഒഴിവാക്കുന്നതിന് കാരണമാണെന്നും ഗോപിനാഥൻ ചൂണ്ടിക്കാട്ടി. ഇത് ബസ് വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കും. 14 വർഷം മുമ്പത്തെ ചാർജായ 1 രൂപ തന്നെയാണ് ഇപ്പോഴും വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്നത്. വിദ്യാർത്ഥികളുടെ ചാർജ് കാലാനുസൃതമായി പുതുക്കണം. യൂണിഫോം, കുട, ബാഗ്, നോട്ട് പുസ്തകങ്ങൾ, സ്കൂൾ ഫീസ് തുടങ്ങി മൊബൈൽ റീചാർജിംഗ് അടക്കം കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങൾക്കും വൻതോതിൽ വിലവർധനവുണ്ടാകുമ്പോഴും വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ അതിനെതിരെ സമരം ചെയ്യാറില്ല. സ്കൂൾ ബസ്സുകളും ചാർജ് വർധന നടപ്പാക്കുന്നുണ്ട്. അതിലും ആർക്കും പരാതിയില്ല. എന്നാൽ സ്വകാര്യ ബസ്സുകൾ ചാർജ് കൂട്ടാൻ ആവശ്യപ്പെട്ടാൽ ശക്തമായ എതിർപ്പാണ് ഉണ്ടാകുന്നത്. ഡീസൽ വില, ടയർ, ജീവനക്കാരുടെ വേതനം, ടാക്സ്, ഇൻഷുറൻസ് തുടങ്ങിയവയിലൊക്കെ ഭീമമായ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. രക്ഷിതാക്കൾക്ക് ചാർജ് വർധനയ്ക്ക് സമ്മതമാണെങ്കിലും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും സർക്കാരുമാണ് ഇതിന് എതിര് നിൽക്കുന്നതെന്നും ഗോപിനാഥൻ കുറ്റപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 5 രൂപയാക്കണമെന്ന് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതായിരുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ കാത്തിരിക്കുകയാണ്. സർക്കാരിന്റെ തെറ്റായ നയം മൂലം 30,000 സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന സംസ്ഥാനത്ത് ഇത് 7,000-ഓളമായി ചുരുങ്ങി. വിദ്യാർത്ഥികളുടെ ചാർജ് വർധന ഉണ്ടായില്ലെങ്കിൽ നിലവിലുള്ള ബസ്സുകൾക്കും മുന്നോട്ടു പോകാൻ കഴിയാതെ വരും. സ്ത്രീ യാത്രക്കാർ ഉൾപ്പെടെ ഭൂരിഭാഗം പേരും ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നതിനാൽ പൊതുവെ ബസ്സിൽ യാത്രക്കാർ കുറവാണ്. ഗ്രാമപ്രദേശങ്ങളിൽ പോകുന്ന ബസ്സുകൾക്ക് രാത്രി സമയങ്ങളിലും ഉച്ചനേരങ്ങളിലും ആളില്ലാത്തതിനാൽ ഡീസൽ അടിക്കാനുള്ള പണം പോലും ലഭിക്കാത്ത സാഹചര്യമാണുള്ളതെന്നും പലപ്പോഴും ട്രിപ്പുകൾ തന്നെ മുഴുവനാക്കാൻ കഴിയാറില്ലെന്നും ടി ഗോപിനാഥൻ പറഞ്ഞു. സ്വകാര്യ ബസ്സുകൾ കയറുന്ന വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ്റെ കാര്യത്തിൽ വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഞാൻ പറയുന്നത് വിദ്യാർത്ഥികളുടെ യാത്രയുടെ ക്വാളിറ്റി നഷ്ടപ്പെടുക. കാരണം ബസ്സുകളുടെ എണ്ണം ദിനംപ്രതി കുറയുക. ബസ്സുകളുടെ എണ്ണം ദിനംപ്രതി കുറയുമ്പോൾ 32,000 ബസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 7,000-ൽ എത്തി നിൽക്കുക. അപ്പോൾ ബസ്സുകളുടെ എണ്ണം കുറയും തോറും വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം കൂടുതൽ വർദ്ധിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബസ്സുകളിൽ കയറുന്ന യാത്രക്കാരിൽ 60% വരുന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവില്ലാതെ ഈ സ്വകാര്യ ബസ് വ്യവസായം ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല എന്ന് ഗവൺമെൻറ്റിനറിയാം, ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്കറിയാം, രക്ഷിതാക്കൾക്കറിയാം. പക്ഷേ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സർക്കാർ എപ്പോഴും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാൻ മടികാട്ടാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.